ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇടിമുട്ടയാണ് കേട്ടോ. ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ് ഞാനിതൊന്ന് ട്രൈ ചെയ്യണത്. ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പൂതിയായി. നിങ്ങൾക്കറിയാലോ എനിക്ക് എന്തേ പൂതിയെന്നാൽ ഞാൻ പിന്നെ അപ്പം പോയി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഇഡ്ഡലി ചെമ്പ് കൊടുത്ത് ഗ്യാസും കത്തിച്ച് വെള്ളവും പറഞ്ഞ് ഞാൻ എന്താ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടോ. പിന്നെ ഇഡ്ഡലി ചെമ്പക്ക് ഇഡ്ഡലിൻ്റെ സംഭവം ആണല്ലോ, ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിക്ക് വേണ്ട ഒരു മെയിൻ സാധനം പറഞ്ഞാൽ മുട്ടയാണ്. അപ്പോൾ മുട്ട പൊട്ടിച്ച് പറഞ്ഞിട്ട് ആദ്യം വിചാരിച്ചു 4 എടുക്കാന്ന്, പിന്നെ എന്തായാലും കൊളാവെന്ന് അറിയണോണ്ട് ഞാൻ വിചാരിച്ചു 3 തന്നെ മതി. ഉമ്മയാണെങ്കിൽ ചീത്ത അറിയിട്ടോ, എന്തേലും നാസാക്കി എന്നെ തച്ചോലും ഗൈസ്. ചൂടായി വന്നപ്പോൾ ഞാൻ പൊട്ടിച്ച് പറഞ്ഞാണ് മൂടി വെച്ചിക്കാണ് ഞാൻ വന്നുട്ടോ. പിന്നെ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിക്കാണ് മഞ്ഞപ്പൊടി മുളകും പൊടി നമ്മളെ സ്ഥിരം മസാല ഉപ്പിട്ടുകാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഗൈസ്. വേറെ പരിപാടിയൊന്നുമില്ല, എന്തുണ്ടെങ്കിലും ഈ ഒരു മസാലയാണല്ലോ നമുക്ക് മസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതേ അതൊക്കെ ചേർത്ത് കാണാൻ നല്ല അടിപൊളി മിക്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേന് നമ്മളെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് വേഗം മറിച്ചിടുമാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൈ പോകും. ഞാൻ പിന്നെ വലിയ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എൻ്റെ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കണ്ട ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുണ്ടാവും ഞാൻ ഒഴിച്ചോടിച്ചൊന്നല്ല ഗൈസിൻ്റെ മുട്ട നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ ലുക്കിൽ എന്താ പിരിക്കണല്ലേ, വർക്കിലല്ലേ ഗൈസ് കാര്യം. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് മുട്ട മറിച്ചിടാൻ വിചാരിച്ചിട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്പീഡ് കൂട്ടി ആകെ മൊത്തം പതപതയാണ് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, മുട്ട ആകെ പരന്നെടുക്കണോണ്ട് തന്നെ വെള്ളം കൂടി മിക്സ് ആയപ്പോൾ എന്തൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ 2 മുട്ട നല്ല അടിപൊളിയായി കിട്ടി. ഒരു മുട്ട മൊത്തത്തിൽ കൊളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ മസാലയിൽ മുക്കി വേഗം പൊരിച്ചെടുക്കട്ടോ. നല്ലോണം തിരിച്ചു മറിച്ചിട്ടാണ് മസാല നല്ലോണം തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ചു കേട്ടോ. പിന്നെ നമുക്കൊരു ചീൻചട്ടി വേണം ഗൈസ്. ചീൻചട്ടി എടുത്ത് ഗ്യാസും കത്തിച്ച് പിന്നെയും നമ്മൾ ചൂടാക്കാൻ വെച്ചു കേട്ടോ. ചൂടായി വന്നപ്പോൾ ഓയിലും പറഞ്ഞ് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് എന്താക്കാം, നമ്മളെ മുട്ട കേട്ടോ. ഞാനാണെങ്കിൽ തിളക്കണേന് മുമ്പിട്ടു ആവേശ ഗൈസ്, വേറെ ഒന്നുമല്ല. തിളച്ചിട്ടിട്ടാലും തിളക്കാതിട്ടാലും ടേസ്റ്റ് ഒന്നും തന്നെയല്ലേ കാര്യം. അപ്പം പിന്നെ അതൊന്നും പറഞ്ഞ് നിൽക്കാതെ ഞാൻ വേഗം ഇട്ടിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കാണാം നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടോ ഗൈസ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി കിട്ടിയെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഷുഗർ കട്ട് ആയതുകൊണ്ടാണ് ഞാൻ ചായ ഉണ്ടാക്കാത്ത ഗൈസ്, അല്ലാതെ എനിക്ക് ചായ ഉണ്ടാക്കാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. അങ്ങനെ ആ ആഗ്രഹവും സാധിച്ചു ഗൈസ്. ഇടിമുട്ട ഞാൻ കഴിച്ചു കേട്ടോ. എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഗൈസ്. ഈവനിങ് ഒക്കെ എന്തെങ്കിലും ചായക്ക് കടിയില്ലാതെക്കുന്ന ടൈമിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായി കാരണം. വേറെ അടിപൊളി സംഭവം കൂടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതേ കാരണം. ഇതെന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാണ്. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്തോണ്ടി ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തായാലും വാച്ച് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.